ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു പരീക്ഷണമാണ്. ശരിയാവോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. തിരുനെൽവേലി അശോക ഹൽവ എന്നാണ് അതിൻ്റെ പേര്. പരിപ്പ് നന്നായിട്ട് കഴുകണം. എന്താണെന്ന് വെച്ചാൽ നിറച്ച് അഴുക്കുണ്ടാവും. കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഞാൻ ചെറുതായിട്ടൊരു അബദ്ധം കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ വറുത്തിട്ടാണ് കഴുകേണ്ടത്. ഞാൻ കഴുകിയിട്ടാണ് വറുത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വറുത്തിട്ട് കഴുകിയാൽ മതി കേട്ടോ. പരിപ്പ് വറുക്കുമ്പോൾ നന്നായിട്ട് വറുക്കണേ. ഒരു മണം വരുമ്പോൾ നിർത്താം. പരിപ്പ് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. 4-5 വിസിൽ വേണം പരിപ്പ് നന്നായിട്ട് വേവാൻ. വിസിൽ വന്നതിന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി തുറക്കരുത്. അത് ആറിയതിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അടച്ച് മേറ്റിൽ കൂടെ പോകും. ഇന്ന് പുഴയിൽ ആരോ തോട്ടിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ മീനുകൾ ചത്ത് കൊണ്ടിരുന്നു. ഹസ്ബൻഡിൻ്റെ അച്ഛനെ കുളിക്കാൻ പോയപ്പോൾ തോട്ടങ്ങളല്ല കേട്ടോ. തോട്ടത്തിന് ശേഷം ഒരുപാട് മീനുകൾ ചത്തിട്ടുന്ന കാര്യം പറക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് മീനെ കൊണ്ടുകയും ചെയ്തു. കോഴികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും അല്ലച്ചാൽ അത് അവിടെ കടന്ന് ചീഞ്ഞ് വള്ളങ്ങളൊക്കെ കേടുവരുന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറച്ച് മീനൊക്കെ കൊണ്ടു ചെയ്തായിരുന്നു. വേനൽക്കാലമായ ഗ്രൗണ്ട് പോലെ എഴുതും ചെയ്യും. മഴക്കാലമായ നല്ല വെള്ളം ഉണ്ടാകും. ഇവിടുത്തെ പാലം ചെറിയതായതുകൊണ്ട് പെട്ടെന്ന് മുങ്ങും. ഹസ്ബൻഡൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നത് പുഴേൻ്റെ അക്കരെയുള്ള സ്കൂളിലാണ്. മഴ പെയ്താൽ പെട്ടെന്ന് പാലം മൂടുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അധികം മഴയുള്ള ദിവസം വേഗം വിടും, അല്ലെങ്കിൽ സ്കൂളേ ഉണ്ടാവില്ലായിരുന്നു. അടുപ്പ് കത്തിച്ചിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഏകദേശം 1 സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. വിറകടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കണം. നമ്മുടെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് പാളിയാൽ തന്നെ അത് കരിഞ്ഞു പോകും. ഈ ഗോതമ്പ് പൊടി ചെറുതായിട്ട് ലൂസായിട്ട് വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ച പരിപ്പ് ഒഴിക്കുക. പരിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം. പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹസ്ബൻഡിൻ്റെ സാറും വന്നതാണ്. അതുകൊണ്ടാണ് ചക്കി അങ്ങനെ കുരയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുളിക്കാൻ വെള്ളം കിട്ടുന്നത് കെട്ടി നിർത്തിയോണ്ടാണ്. അതിൽ തന്നെ ആരോ വന്നിട്ട് തോട്ടിടുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കുളിക്കാനും തീരുമാനമൊക്കെ ആശ്രയിക്കേണ്ട. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടായി. അപ്പോൾ കുളിക്കാൻ പോയി വരുന്നൊരു താത്ത പറയുകയും ചെയ്തു, നല്ല ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ മീനുകളൊക്കെ ചീഞ്ഞിട്ട് മണം തുടങ്ങും. അപ്പോൾ കുളിക്കാനൊരു വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് നെയ്യ് ഇടുന്നുണ്ടേ. അതെൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ്. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർക്കണേ. മധുരം അതേപോലെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് മധുരം ഇതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കൂടി ലൂസാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ തീ വല്ലാതെ കത്താതെ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഗ്യാസ് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തീ കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നെയ്യ് എത്രത്തോളം ഒഴിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ പിന്നെ ആ നെയ്യ് അതിൽ
കലരാതെ നെയ്യ് പൊന്തി വരുന്നവരെ നെയ്യ് ഒഴിക്കണം. ഞാൻ നെയ്യ് അധികമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം കുറച്ചെന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ടാവില്ലേ. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരിവായാൽ അതിലേക്ക് കശുവണ്ടി മുന്തിരിയും വറുത്തിട്ട് ഇടാം. പക്ഷേ കശുവണ്ടിയും മുന്തിരിയും വറുക്കണ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അതിലേക്ക് ഇടുന്ന വീഡിയോ മാത്രമേ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ കഴിച്ചു നോക്കുമ്പോൾ നെയ്യിൻ്റെ മണം കുറച്ച് മുന്നിലാണ്. ഹോം മെയ്ഡ് നെയ്യ് ആയതുകൊണ്ടേ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യിൻ്റെ പോലെയല്ല, വേറൊരു മണമാണ് ഇവിടുത്തെ നെയ്യിന്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് ഏട്ടനോട് ചോദിച്ചു നോക്കാം. സൂപ്പർ. നെയ്യ് കൊണ്ടുണ്ടാക്കിയല്ലേ? പിന്നെ പരിപ്പ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണേ.